ഒരു അക്കൗണ്ടൻറ്റിന് അവൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്ത് അവിടെ മികച്ച ഒരു പെർഫോമർ ആകണമെങ്കിൽ അവൻ ആദ്യമായിട്ടൊരു റൂള് കീപ്പ് ചെയ്യണം. അതെന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ടൻസി നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന റൂളുണ്ട്. എവറി ബിസിനസ് ഹാസ് സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു ബിസിനസ്സിന് ഓണറിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടൊരു വ്യക്തിയായിട്ടാണ് നമ്മൾ ബിസിനസ്സിനെ കാണുന്നത്. ഇത് നമ്മൾ പഠിച്ച് ഇത് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മുടെ മാറ്റർ എന്ന് മണിയാണ്. മണി മാറ്ററിനെ കുറിച്ചാണ് നമ്മൾ പിന്നീട് സംസാരിക്കുക, ചിന്തിക്കുക. അവിടെ നമ്മൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ഒരു കോപ്പറേഷൻ കീപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടെ മണി മാറ്റർ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ, നമ്മുടെ അനലിറ്റിക്കൽ ഡാറ്റ വെച്ചുകൊണ്ട് അവരെ ഉപദേശിക്കാൻ, അവർക്ക് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കാൻ നമുക്ക് കഴിയും. പലപ്പോഴും സംഭവിക്കുക, ഈ ഓണർക്കോ അതല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ടീമിനോ ഒരു ഇനീഷ്യേറ്റീവ് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ, ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അതിലൊരുപാട് എക്സ്പെക്റ്റേഷൻസ് മുന്നോട്ട് വരുന്ന ആളുകൾക്ക് ഉണ്ടാകും. പക്ഷേ അതിൻ്റെ ഫൈനാൻഷ്യൽ ത്രെട്ടുകൾ കൃത്യമായിട്ട് അവരെ അറിയിക്കുക എന്നുള്ളത് ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ചുമതലയാണ്. അതൊരു പക്ഷേ അവരുടെ എക്സ്പെക്റ്റേഷൻ്റെ താഴെ ആയിരിക്കാം, അതിന് മുകളിൽ അവർക്ക് അതിനുള്ള വിഷൻ ഉണ്ടാകും. പക്ഷേ ഒരു അക്കൗണ്ടൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി നമ്മുടെ മാറ്റർ മണി ആയതുകൊണ്ട് അവിടെ വരാൻ സാധ്യതയുള്ള ത്രെട്ടുകളെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ, അവരോട് പറയാൻ, മികച്ചൊരു കമ്മ്യൂണിക്കേറ്ററായി, ഒരു ഫൈനാൻഷ്യൽ കമ്മ്യൂണിക്കേറ്ററായി മാറാൻ ഒരു അക്കൗണ്ടൻറ്റിന് കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് അവൻ്റെ സ്പേസിലെ മികച്ച പെർഫോമറായി തീരാൻ കഴിയുക.